ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ഉടനടി ഉത്തരം നൽകുന്ന സങ്കീർത്തകൻ്റെ അനുഭവമാണ് ഇന്ന് നാം കേൾക്കുന്ന ഈ തിരുവചനത്തിൽ കൂടി എഴുതപ്പെട്ടിരിക്കുന്നത്. തിന്മ നിറഞ്ഞ വ്യക്തികളുടെ കൂടെ ശത്രുക്കളുടെ ഇടയിൽ വസിക്കുമ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകാനായി അവിടെ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ അസമാധാനത്വത്തിൻ്റെ ഇടയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് എല്ലാ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ സമാധാനം കണ്ടെത്തി സന്തോഷത്തോടെ ഈ രാത്രിയിലായിരിക്കുവാൻ, പാപമില്ലാത്ത പാപികളുടെ ഇടയിൽ എന്നാൽ പാപമില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കാൻ, ഇന്ന് നമ്മുടെ വേദനകളെയും യാതനകളെയും നമ്മുടെ നിരാശയെയും നമുക്ക് ചുറ്റുമുള്ള കലഹങ്ങളും കഷ്ടതയും വഞ്ചന നിറഞ്ഞ അനുഭവങ്ങളും എല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് കേൾക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 120 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. കർത്താവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വഞ്ചന നിറഞ്ഞ നാവേ, നിനക്ക് എന്ത് ലഭിക്കും? ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക? ധീരയോദ്ധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ. മെഷക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം. സമാധാന ദ്വേഷികളോടുകൂടെയുള്ള വാസം എനിക്ക് മടുത്തു. ഞാൻ സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നു, എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥയെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ, വേദനകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കുന്നവൻ, അങ്ങയിലാണ് ഞങ്ങൾ രക്ഷ കണ്ടെത്തുന്നത്. ഈ രാത്രിയിൽ സകല തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ലൊരു മനസ്സാക്ഷിയോടുകൂടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ നിന്ന്, പ്രലോഭനത്തിൽ നിന്ന്, ശാരീരിക രോഗങ്ങളിൽ നിന്ന്, ശാരീരിക അഭിലാഷങ്ങളിൽ നിന്ന്, ശാരീരികമായ എല്ലാ തിന്മകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ കലഹപ്രിയരുടെ കൂടെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കം കിട്ടുകയുള്ളൂ, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ചുറ്റിനും നുണ പറയുന്ന, സംശയദൃഷ്ടിയോടെ നോക്കുന്ന, കുറ്റം ആരോപിക്കുന്ന, എല്ലാത്തിനും സംശയിക്കുന്ന, ഒന്നിലും നന്മ കണ്ടെത്താത്ത വ്യക്തികളുടെ കൂടെ ഞങ്ങൾ വസിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്, ഹൃദയം കലങ്ങിയിരിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ സ്വർഗീയ സൈന്യങ്ങൾ, നിന്റെ സൈന്യബലം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന് ഏത് അവസ്ഥയിലും ഞങ്ങൾക്ക് സമാധാനത്തിൽ കഴിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ അഗ്നി ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ. എല്ലാവരും, ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞ് പരസ്പരം ബഹുമാനിക്കുവാനും നല്ല വാക്കുകൾ സംസാരിക്കാനും ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവഭയം കൊണ്ട് നിറയുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ.
ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ നിന്നോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ സമാധാനവും സന്തോഷവും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ എൻ്റെ സമാധാനം നൽകുന്നത് എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഈ ലോകത്തിൽ ചുറ്റിലും അസ്വസ്ഥതയുളവാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ സമാധാനം മാത്രമേ ഞങ്ങൾക്ക് രക്ഷ നൽകുകയുള്ളൂ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ ദുഷ്ടരിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകി, ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും രക്ഷ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. MBBS ഫൈനൽ പഠിക്കുന്ന നേഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ MBBS പരീക്ഷ പാസ്സാകാൻ ഈ മകളെ നീ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഡെൽസി ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കാൽമുട്ടുകൾക്കും സഹിക്കാൻ വയ്യാത്ത വേദനയിൽ നിന്നും ഈ മകളെ കർത്താവേ നീ ഈ രാത്രിയിൽ സൗഖ്യം കൊടുക്കണമേ. ബിജോയ് സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകന് പരിപൂർണ സൗഖ്യം നൽകി അവൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂവിൽ പാസ്സാകാനുള്ള കൃപ കൊടുക്കണമേ. ബ്രയൻ ആൻഡ് ഷോണിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. അബി അബ്രഹാമിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സോമ ചാക്കോയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3rd സെം നഴ്സിംഗ് പരീക്ഷ എഴുതുന്ന ഈ മകളുടെ ഡിസ്ലൊക്കേറ്റഡായ കാൽമുട്ടിനെ നീ സുഖപ്പെടുത്തണമേ. പരീക്ഷയ്ക്ക് യാതൊരു തടസ്സങ്ങളും കൂടാതെ ഈ മകൾക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഷെൽവി സക്കറിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും കുടുംബത്തിലുള്ള എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വസിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ ടോമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേരിക്കോസ് വെയിനിൽ നിന്നും അത് കാരണമുള്ള മുറിവിൽ നിന്നും ഈ മകളെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സൗഖ്യം ഇപ്പോൾ ആ മകളുടെ എല്ലാ നെർവ്സിലും വെയിൻസിലും നീ അയച്ച് പരിപൂർണ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓമന ബേബിയുടെ മകളുടെ ശരീരത്തിലുള്ള ചൊറിച്ചിലും തടിപ്പും മാറ്റി നഴ്സിംഗ് ജോലി ചെയ്യുന്ന ഈ മകൾക്ക് ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുവാനും ശരീരത്തിൽ നിന്ന് എല്ലാ ചൊറിച്ചിലും അസ്വസ്ഥതയും മാറ്റി ചർമ്മത്തെ നീ സുഖപ്പെടുത്തി നിന്റെ രക്തമൊഴുക്കി ആ മകളെ നീ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യവും നല്ല ജോലിയും കിട്ടുന്നതിന് വേണ്ടി വർഷയെ നീ അനുഗ്രഹിക്കണമേ. മോളി മാത്യുവിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്മിത മനോജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ മകന് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തക്ക തുണയെ നീ തന്നെ കണ്ടുപിടിച്ച് ഈ മക്കളുടെ വിവാഹം നീ നടത്തി അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തിനുള്ള നല്ല ഒരു ദൈവിക കൃപ കൊടുത്ത് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻസി അനിയൻ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മേഖലയിൽ സമാധാനവും സന്തോഷവും നൽകി സുരക്ഷിതത്വം നൽകി ഈ മകളെ അനുഗ്രഹിക്കണമേ. ചിന്നമ്മ ജേക്കബിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീത്ത മോൾക്കും കൊച്ചുമോനും നല്ല ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അലട്ടുന്ന എല്ലാ വേദനയിൽ നിന്നും ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഇവർക്ക് സന്തോഷം കൊടുത്ത് ദൈവികമായ സന്തോഷം ഈ മകൾക്ക് ഇപ്പോൾ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുജ സണ്ണിക്ക് വേണ്ടി 2 കാലിലും ഉപ്പൂറ്റിക്കും വേദന കാരണം നടക്കാൻ വയ്യാത്ത ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. സൗഖ്യം കൊടുത്ത് ആശീർവദിക്കണമേ. ഫിൽജോ ജോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേർട്ടിഗോയിൽ നിന്ന് പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. ഗ്രേസ് ജെയിംസിനു വേണ്ടിയും ആ മകളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രദീപിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡ്രഗ്സിൽ നിന്നും മയക്കുമരുന്ന് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായി ഈ മകനെ നീ മോചിപ്പിക്കണമേ. നിന്റെ അത്ഭുത രക്ഷ ഈ മകന് ഈ രാത്രിയിൽ തന്നെ
നൽകി അവനെ അനുഗ്രഹിക്കണമേ. ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ പ്രദീപിനെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മീനു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോടതിയിൽ നിന്ന് കിട്ടേണ്ട ഒരു പേപ്പർ എത്രയും പെട്ടെന്ന് കിട്ടുന്നതിനു വേണ്ടി ഞാൻ മീനു മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉഷാ ശിവാനന്ദന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം നിറയുന്നതിനു വേണ്ടി ഈ മകളെ അനുഗ്രഹിക്കണമേ. ഉഷായുടെ കുടുംബത്തെ നീ പ്രത്യേകം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. കൊറോണ ബാധിച്ച് ആശുപത്രിയിലായിരിക്കുന്ന ബാബി എന്ന മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ രോഗാണുക്കളിൽ നിന്നും ഈ മകളെ പ്രത്യേകം നിന്റെ അത്ഭുത കരങ്ങൾ വെച്ച് സുഖപ്പെടുത്തി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ആ മകളിൽ നിന്ന് മറ്റാർക്കും പകരാതെ ഈ മകൾക്ക് ഇപ്പോൾ തന്നെ ദൈവിക സംരക്ഷണം നൽകി, അത്ഭുത രക്ഷ നൽകി, വിടുതൽ നൽകി, സൗഖ്യം നൽകി ഇപ്പോൾ തന്നെ ബാബിയെ നീ പൂർണ്ണാരോഗ്യം നൽകി ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മോളി ഫിലിപ്പോസിൻ്റെ ഹസ്ബൻഡ് മിനി സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആ മകന് കർത്താവെ പൂർണ്ണ ആരോഗ്യം നൽകി ആ മകന് ശക്തി, ദൈവത്തിൻ്റെ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അത്ഭുത സൗഖ്യം നൽകി, വിടുതൽ നൽകി, കുടുംബത്തിൽ സമാധാനം നൽകി, കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശീർവദിക്കുന്ന നാഥ, കുടുംബത്തിന് ചുറ്റും, ഭവനത്തിനു ചുറ്റും ദൈവത്തിൻ്റെ സൈന്യം പാളയമടിച്ച് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനം നൽകി, സന്തോഷം നൽകി, നല്ലൊരു ഉറക്കം നൽകി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും കർത്താവ് സാധിച്ചു തരട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.